റെക്കോർഡ് പ്രകടനത്തോടെ ഓഹരി വിപണി ആരംഭിച്ച ഉടൻ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 364 പോയിന്റ് ഉയർന്ന സെൻസെക്സ് 79,840.4 പോയിന്റ് രേഖപ്പെടുത്തി. മ്യൂച്വൽ ഫണ്ടുകൾ വഴി വിപണിയിലേക്ക് പണം എത്തുന്നതാണ് രംഗത്തെ മാറ്റത്തിന് കാരണമാകുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ശരിയാണ്. ഐസൻ, വലിയ ഉണർവാണ്, വലിയ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സുരേഷ് സൂചിപ്പിച്ച കണക്കുകൾ പോലെ തന്നെ 364 പോയിന്റ്, അതായത് 0.46% ഉയർച്ചയാണ് ആദ്യ അരമണിക്കൂറിൽ തന്നെ ഇന്ന് ഈ വിപണി രേഖപ്പെടുത്തിയത്. സെൻസെക്സിലെ ഈ ഉയർച്ച സ്വാഭാവികമായും നിഫ്റ്റിയിലും ഒരു ഉയർച്ച ഉണ്ടായിരുന്നു. അതായത് 0.42% ഉയർച്ച നിഫ്റ്റിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, വരാനിരിക്കുന്ന ബജറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഈ നേരത്തെ സുരേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ആ ഒരു പണവിനിമയം, മണി പമ്പിങ്ങിൻ്റെ കാര്യമുണ്ടാകുന്നത്. സ്വാഭാവികമായും ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും പശ്ചാത്തല വികസന സൗകര്യങ്ങൾക്ക്, അതായത് റോഡ്, റെയിൽവേ, അത്തരത്തിലുള്ള പശ്ചാത്തല വികസന സൗകര്യങ്ങൾക്കുള്ള ബോണ്ടുകളിലേക്കാണ് പ്രധാനമായും നിക്ഷേപങ്ങൾ നടക്കുക. അത്തരത്തിൽ നടന്ന നിക്ഷേപങ്ങൾ വഴിയുള്ള വലിയ ഷെയർ പർച്ചേസിംഗ് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്, പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാകുന്ന ഒരു നയം തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ എല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലം തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. മാത്രമല്ല, മറ്റു ഓഹരി വിപണിയിൽ ശക്തമായ സാന്നിധ്യമാകുന്ന മറ്റ് ഓഹരികളെല്ലാം തന്നെ കാര്യക്ഷമമായൊരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. അത് പെട്രോളിയം പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സായ ഈ FMCG വിഭാഗങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായൊരു മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒരേ സമയം കൺസ്യൂമബിൾസും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനങ്ങളിലേക്ക് ഉണ്ടാകുന്ന സ്ഥാപനങ്ങളുടെ ഷെയറുകളും കാര്യക്ഷമമായി ഉയർന്നതാണ് ഈ മുന്നേറ്റത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വരാനിരിക്കുന്ന ബജറ്റിൽ വലിയൊരു മുന്നേറ്റം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക്, പശ്ചാത്തല സൗകര്യ നിക്ഷേപങ്ങൾക്കുള്ള വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രത്യേക പാക്കേജുകൾ ഉണ്ടാകാനുള്ള സാധ്യത പല നിക്ഷേപക കോണുകളിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അത് ഒരു മുന്നേറ്റത്തിന് തന്നെ കാരണമായി എന്നും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ ശക്തമായൊരു സാന്നിധ്യമാണ്. അവരുടെയും കാര്യക്ഷമമായൊരു ഇടപെടൽ ആ ഭാഗത്തു നിന്നുണ്ടാകുന്നതോടെ വിപണിയിൽ ശക്തമായ പണമൊഴുക്കുണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇൻഫ്ലേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാര്യക്ഷമമായി നിയന്ത്രിക്കാനും സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കുന്നതും പുരോഗതിക്ക് കാരണമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.